ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണോ സിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയുടെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു മലയാള സിനിമയുടെ റിവ്യൂ. ഈ സിനിമ വന്നിട്ടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു നൈസ് മൂവിയാണ്. അധികം ഇപ്പോൾ ഭയങ്കരമായ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നൈസ് മൂവി. പക്ഷേ ഈ സിനിമ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സിനിമയാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഒരുപാട് പീഡനങ്ങൾ കുട്ടികൾക്കെതിരെ ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. അത് മുഖാന്തരം അതിനാസ്പദമാക്കി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയുടെ പേര് കാക്കിപ്പട. ഇത് 2022 ഈ സിനിമ ഇറങ്ങുന്നത്. ഇതിൻ്റെ OTT ശേഷമുള്ള ഒരു റിവ്യൂ ആണ് കൂട്ടുകാരുള്ളത്. പിന്നെ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഷെബി ഷൗക്കത്താണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സംവിധാനം പ്രധാന വേഷങ്ങൾ എത്തുന്നത് നമ്മുടെ ശരത് അപ്പാനി, നീരാജ് എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ടിലെത്തുന്നത്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളെ കൊണ്ട് ഒരു കൂട്ടം പോലീസുകാരുടെ ഒരു കഥയാണ് ഇത് പറയുന്നത്. ഭയങ്കര വലിയ കഥ അല്ലെങ്കിൽ പോലും നൈസായിട്ടുള്ളൊരു കഥ. അതായത് ഒരു നാട്ടിലൊരു കുട്ടി പീഡനത്തിനെതിരെ മരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രതിയെ അവിടെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നതും അത് മുഖാന്തരമുള്ള ഒരു രീതിക്കാണ് കഥയുടെ ഒരു മുന്നോട്ടുള്ള പോക്ക്. പിന്നെ ഇതിനകത്ത് സഹോദരങ്ങളായിട്ടൊക്കെ രണ്ടും തരയ്ക്കുണ്ട്. കുട്ടിയാകിൽ അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഒരു കാര്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇവിടെ ഏറ്റവും അത്യാവശ്യമായൊരു സിനിമയുടെ തോന്നത്തുള്ളൂ. കാരണം ഈ സിനിമ പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെയാകണം എന്നുള്ള രീതിക്കാണ് ഒരു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സംവിധാന മികവ് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരിക്കലും എവിടെ ഒരു ബോറടിയോ ലാഗോ ഒന്നുമില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് സംവിധായകൻ ഷെബി ഷൗക്കത്ത് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കാക്കിപ്പട ഈ സിനിമയെ പറ്റി ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് തെളിവെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഓരോ ജനങ്ങളും അല്ലെങ്കിൽ കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന ഒരു നിയമമാണ് പീഡന കേസിലെ പ്രതികൾ കൊല്ലപ്പെടണം എന്നുള്ള കാര്യങ്ങൾ. പ്രായഭേദമന്യേ കേരളത്തിൽ നടക്കപ്പെടുന്ന ഒരുപാട് ബലാത്സംഗപ്പെട്ട കേസുകളും കാര്യങ്ങളും പിന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികമായ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം അല്ലെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് കേട്ടിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്തിന് ആസ്പദമാക്കിയാണ് സിനിമ എടുത്തേക്കുന്നത്. ഇതിൽ സത്യം പറഞ്ഞാൽ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് രീതിക്ക് ഇവിടുത്തെ ഒരു നിയമം പ്രവർത്തിക്കണമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഇതെടുക്കുന്ന ആൾക്കാരൊക്കെ കൊല്ലപ്പെടണമെന്നുള്ള കാര്യം. അത് പബ്ലിക്കിന് ചെയ്യാൻ വേണ്ടി എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പോലീസ് സേന വിചാരിച്ച് നടത്താൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു തീമും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സംവിധായകൻ ഷെബി ഷൗക്കത്ത് ഈ സിനിമയെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാക്കിപ്പട എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെ ഈ ഒരു കാര്യമാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് വേണ്ട നീതി ഒരു പോലീസ് സേന വിചാരിച്ചപ്പോൾ നടത്താൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് തെളിയിക്കുന്നത്. അതിന് തെളിവുകളോ കാര്യങ്ങളൊന്നും വേണ്ട. ഈ വക ആൾക്കാരൊക്കെ എന്താണ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതാണ് നമ്മുടെ ഒരു സൊസൈറ്റിയും ആഗ്രഹിക്കപ്പെടുന്ന കാര്യം. അത് തന്നെയാണ് ഈ സിനിമയെ കൂടെ ഡീപ്പായിട്ടെടുത്ത് പറഞ്ഞത്. പിന്നെ പെർഫോമൻസിൽ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്യേണ്ട ഒരാളാണ് വിനോദ് സാഗറിൻ്റെ പെർഫോമൻസ്. ഇതിൽ ആ കുട്ടിയുടെ അച്ഛൻ റോൾ ചെയ്യുന്ന വിനോദ് സാഗർ. സത്യം പറഞ്ഞാൽ ഈ പുള്ളി നമുക്കറിയാം ഇതാരാന്ന്. രാക്ഷസ സിനിമ കണ്ടവർക്ക് ആർക്കും ഈ പുള്ളീനെ മറക്കാൻ വേണ്ടി പറ്റും. അതിൽ ഇമ്പരജ് എന്നൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു സാറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ വിനോദ് സാഗർ എന്ന് പറഞ്ഞ പുള്ളി. ഈ പുള്ളിയുടെ പെർഫോമൻസൊക്കെ ഇതിനകത്ത് വേറെ ലെവലാണ്. പല ഇമോഷനും കാര്യങ്ങളും അഭിനയം കൊണ്ടൊക്കെ പുള്ളി പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ശരത് അപ്പാനിയുടെ ഇതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ നീരാജിൻ്റെ പെർഫോമൻസും അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, ഈ പോലീസിലെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ലെവൽ എന്താണെന്ന്. ഇപ്പം ഈ ഒരു കേസ് മുന്നോട്ട് വയ്ക്കുന്നതിന് ഇവിടെ നിൽക്കുന്ന ഇത്രയും ആൾക്കാർക്കൊക്കെ നന്നായിട്ട് പ്രതികരിക്കണം എന്നുള്ള കാര്യം. പക്ഷേ സുപ്പീരിയേഴ്സിൻ്റെ ഒരു ഓർഡറും കാര്യങ്ങളും കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കണ്ടീഷൻ കൂടെ കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ലോയുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. ഏതെങ്കിലും എനിക്കൊരു നീതി ഇവിടെ പ്രവർത്തിക്കണമെങ്കിലോ ലോ എതിരാണ്. ഇപ്പം പീഡിപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇവിടെ നിർത്തിയത് തന്നെ അതിന് തെളിവ് ചോദിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം. ഇതാണ് ഇവിടുത്തെ ഒരു പോക്കെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശിക്ഷ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ഇവിടെ ലോ ഇട്ട് ശിക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവിടെ ആർക്കും അറിയത്തില്ല. അതിനെതിരെയുള്ള മെസ്സേജ് പരമായി പല സിനിമകളിലൂടെ വന്നിട്ടുമുണ്ട്. അതിലൊന്നു തന്നെയാണ് ഈ കാക്കിപ്പടം എന്ന് പറഞ്ഞ ഒരു സിനിമ. നിങ്ങൾക്ക് ഈ സിനിമ ഒരു ഭയങ്കര പടമാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ ഒരു കേരളീയൻ, ഒരു ഇന്ത്യൻ അഭിമാനപൂർവ്വം കാണാൻ വേണ്ടി പറ്റിയ ഒരു സിനിമയായിരിക്കും ഈ കാക്കിപ്പടം എന്നൊരു പടം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്ന് പറയുന്ന കാര്യം പോലും. പിന്നെ ഈ സിനിമ ഇത്രയും ഒരു സ്റ്റോറി സംവിധാനം ചെയ്യാൻ വേണ്ടി കാണിച്ച ഷെബി ഷൗക്കത്തിന് ഒരു
സല്യൂട്ട് കൊടുത്ത് വേണം ഇത് റിവ്യൂ ഞാൻ നിർത്താൻ വേണ്ടി പോകണം. കാരണം അത്രയ്ക്കൊരു മെസ്സേജ് കണക്കാണ് ഈ പടത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇത്ര മാത്രമേ കാക്കിപ്പടനെ പറ്റി എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. കാരണം ഒരു സമൂഹത്തിന് നീതി കിട്ടി, അല്ലെങ്കിൽ നീതി ഇങ്ങനെയാകണം, ഇങ്ങനെയും നീതി കിട്ടാം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സൂപ്പർ സിനിമയാണ് കാക്കിപ്പട. വലിയ ഫൈറ്റോ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പോലും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തൃപ്തി തരുന്ന രീതിക്ക് തന്നെയാണ് എൻഡിങ് കൊണ്ട് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്ര മാത്രം എനിക്ക് പറയാൻ വേണ്ടി പറ്റി. സമൂഹത്തിന് നീതി കിട്ടുന്ന ഒരു പടം, സൂപ്പർ സിനിമ, സൂപ്പർ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഇത്ര പറയാൻ വേണ്ടി പറ്റൂ. കാക്കിപ്പട കാണത്തിലുണ്ടെങ്കിൽ എടുത്ത് കാണുക. ലിങ്കൊക്കെ ഇപ്പോഴും ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക, കാണുക. ഓക്കെ, അപ്പോൾ ഇത്ര എനിക്ക് കാക്കിപ്പടയെ പറ്റി പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ മറ്റു സിനിമയുടെ ഒരു വിശേഷങ്ങളും റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിഷയം ഞാൻ വന്നിരിക്കുന്നത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.